ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശം ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചാണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെയും രാഷ്ട്രീയമായി ഞങ്ങളോ വേറെ ആരെങ്കിലുമോ എക്സ്പോസ് ചെയ്താൽ അതെങ്ങനെയാണ് ആ സമുദായത്തിനെതിരെ ആവുകയെന്ന് അദ്ദേഹത്തിന്റെ ഊഴത്തിൽ അദ്ദേഹം വിശദീകരിക്കണം. അങ്ങനെയാണെങ്കിൽ RSSനെതിരെ സംസാരിക്കുന്നത് ഹിന്ദു വിരുദ്ധമാണെന്ന് RSS സുരേഷിനെ അങ്ങ് ശരിവെക്കുകയല്ലേ? BJPക്കെതിരെ പറഞ്ഞാൽ അത് ഹിന്ദു വിരുദ്ധതയാണ് പറയുന്നത് എന്ന് അവരുടെ വാദത്തെ ശരിവെക്കുന്നതല്ലേ അങ്ങ് പറഞ്ഞത്? പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഞങ്ങൾ ഇനിയും പറയും, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇനിയും ശബ്ദിക്കും. അതെങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധം മുസ്ലിം വിരുദ്ധമാവുകയെന്ന് അങ്ങ് പറയണം. അത് ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചാണ് പറയുന്നത് എന്തും തെറ്റാണ്. ഇവിടെ നോക്കൂ, യഥാർത്ഥത്തിൽ എന്താണ് വാസ്തുതാപരമായ കാര്യം. കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല എന്ന് കാണണം. അത് വസ്തുതയാണല്ലോ. നിങ്ങൾക്കും നമുക്കും നിഷേധിക്കാനാകാത്ത ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വർഗീയ കലാപം ഉണ്ടാകാതിരുന്നിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് എന്നതും ഫാക്റ്റാണ്.